അങ്ങനെ അമേരിക്കയിലെ 2026 161ാമത്തെ മാസ് ഷൂട്ടിംഗ് ഇന്നലെ അയോവ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ മസ്കറ്റി എന്ന് പറഞ്ഞ സിറ്റിയിൽ സംഭവിച്ചു. മാസ് ഷൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓരോ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. GVA അല്ലെങ്കിൽ ഗൺ വയലൻസ് ആർക്കൈവ് എന്ന് പറഞ്ഞ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അനുസരിച്ച് മിനിമം 4 പേർക്കെങ്കിലും വെടികൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു മാസ് ഷൂട്ടിംഗ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെ അവരുടെ കണക്കും പ്രകാരം അമേരിക്കയിലെ 161ാമത്തെ മാസ് ഷൂട്ടിംഗ് ആണ് ഇന്നലെ സംഭവിച്ചത്. ഈ മസ്കറ്റി എന്ന് പറയുന്നത് അയോവയിലെ ഒരു ചെറിയ സിറ്റിയാണ്. അപ്പോൾ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് അപ്പം പോലീസിന് ഒരു കോൾ ചെല്ലുന്നു, ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്നുണ്ട്. അങ്ങനെ പോലീസ് അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ വീട്ടിൽ 4 പേര് മരിച്ചു കിടപ്പുണ്ട്. 4 പേര് മരിച്ചത് ഗൺ ഷോട്ട് കൊണ്ടാണ്. അപ്പോൾ തന്നെ അവർക്ക് വേറൊരു കോൾ വരുന്നത് മസ്കറ്റി എന്ന് പറഞ്ഞ സിറ്റിയിൽ തന്നെ വേറൊരു വീട്ടിൽ എന്തോ സംഭവിച്ചത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയും 2 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഈ 2 വീട്ടിലെ ഷൂട്ടിംഗ് നടത്തിയതും ഒരാളാണ്. 52 വയസ്സുള്ള റയൻ മക്ഫാർലൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. പോലീസ് ഇയാളെ ചേസ് ചെയ്യുന്നു. അടുത്ത് വെച്ച് തന്നെ അവിടെ ഒരു ഷൂട്ട് ഔട്ടിൽ പുള്ളിയും മരിക്കുന്നു. അങ്ങനെ 6 വിക്ടിംസും ഒരു സസ്പെക്റ്റും, അങ്ങനെ 7 പേര് മരിച്ചു. ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി പുറത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് ഇതൊരു ഫാമിലി ഡിസ്പ്യൂട്ട് ആയിരുന്നു. അതായത് ഈ മരിച്ചവരെല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. അത് മാത്രമല്ല, മരിച്ചവരിൽ 2 പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ആ മരിച്ചവരിൽ വേറെ 2 വ്യക്തികൾ വർക്ക് ചെയ്തതും ഒരു സ്കൂളിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ 4 പേര് മരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ദിസ് ഈസ് ജസ്റ്റ് അനദർ ഡേ.